गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः। നമസ്തേ. പുണ്യഭൂമിയായ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമാവതാരം എടുത്ത് ലോകത്തിന് മുഴുവൻ ആനന്ദം നൽകിക്കൊണ്ട് ബാലലീലകളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിദേവിയും ശ്രീ മഹാലക്ഷ്മിയും അയോധ്യയിൽ ആനന്ദം കൊണ്ടു അധിവസിച്ചു എന്നാണ് പറയുന്നത്. ഭൂമിദേവി ആനന്ദിക്കുമ്പോൾ പ്രകൃതി മുഴുവൻ ആനന്ദദായകമായി അനുഭവപ്പെടും. മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും അനുഭവപ്പെടും. അയോധ്യ വളരെയധികം സമ്പദ് സമൃദ്ധിയോടുകൂടി ഉള്ളതായി തീർന്നു. എവിടെയാണോ ഭഗവത് സാന്നിധ്യമുള്ളത് അവിടെ ഐശ്വര്യമായി മഹാലക്ഷ്മിയും ആനന്ദ സമൃദ്ധമായി ഭൂമിദേവിയും വിളയാടും. ഭഗവത് ഭക്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പദ് സമൃദ്ധിക്കും അടിസ്ഥാനം എന്നുള്ളത് ആവർത്തിച്ചു ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് വായന തുടരാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കഴിഞ്ഞ ഭാഗം നിർത്തിവച്ച വരികളിൽ നിന്നും തുടരുകയാണ്. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതു മെല്ലെ വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ. ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികൾ അശ്രമമെല്ലാം പാഠമായതോ പാർത്താൽ എന്തൊരത്ഭുതം അവ പാടവമേറും നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും. സഹസ്രപത്രോത്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. ധനുർവേദാംഭോനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സിൽ വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാർ. അതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യഗഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതുകാലമേകഥാ കുതൂഹലാൽ വേഗമേറിയിടും ഒരു തുരകരഥമേറി പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീരഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരികരടി
ഗിരിഗിരി ഹരിശാർദൂലാദികളമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസ്സുഷസ്യുത്തായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചതാം. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീനചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ദേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. ഇനി നമുക്ക് ഇത്രയും വായിച്ചതിൻ്റെ സാമാന്യമായ അർത്ഥങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു. ബാല്യകാലങ്ങളിലെ ക്രീഡകളിലൂടെ ദശരഥനെയും കൗസല്യ കൈകേയി സുമിത്രമാരെയും വളരെയധികം ആനന്ദിപ്പിച്ചുകൊണ്ട് സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമല്ലേ. അവർ ബാല്യകാലം കടന്ന് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിച്ചു. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിശ്ചിതു ബാലന്മാരെ. ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠൻ വിധികൾ അനുസരിച്ചു തന്നെ ബാലന്മാരെ ഉപനയനം ചെയ്തു. ഷോഡശ സംസ്കാര കർമ്മങ്ങളിൽ കുട്ടികൾ ബാല്യകാലം കടന്ന് കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മമാണ് ഉപനയനം. ഇന്ന് ബ്രാഹ്മണ കുടുംബങ്ങളിൽ മാത്രമാണ് ഉപനയന കർമ്മം പൊതുവിൽ നിലനിൽക്കുന്നത്. ആർഷ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിൽ ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഷോഡശ സംസ്കാരക്രിയകളിലൂടെ പരിശുദ്ധമാക്കി കെട്ടുറപ്പുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രാപ്തമാക്കുന്ന സമ്പ്രദായം എല്ലാ മനുഷ്യകുലങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും നിലനിന്നിരുന്നു. കാലഘട്ടത്തിന്റെ ഒഴുക്കിൽ അത് ഒരു പരിമിതമായ വിഭാഗത്തിന്റെ മാത്രം ആചരണങ്ങളായി ഒതുങ്ങുകയാണുണ്ടായത്. എൻ്റെ ഉള്ളിലും ഈശ്വരീയ ചൈതന്യമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ആദ്യത്തെ പടിയാണ് ഉപനയന സംസ്കാരകർമ്മം. ഉപനയനത്തോടു കൂടിയാണ് വേദാധ്യയനം ആരംഭിക്കുന്നത്. ശ്രുതികളോടു പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ലുപസ്മൃതികൾ അശ്രമാമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതമവ പാടവമേറും നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ. ശ്രുതികളും വേദങ്ങളും വേദാംഗങ്ങളും ഉപനിഷത്തുകളും എല്ലാം അശ്രമം, യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ ഭഗവാന് പാഠമായി തീർന്നു. യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശ്വാസങ്ങൾ തന്നെയാണല്ലോ ഇവയെല്ലാം. തൻ്റെ തന്നെ പ്രാണനായിട്ടുള്ള വേദങ്ങളും വേദാംഗങ്ങളും താൻ തന്നെ അധ്യയനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ്. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമിഞ്ഞിടും സഹസ്ര പത്രോത്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. സകല ചരാചരങ്ങൾക്കും ഗുരുവായ ഭഗവാന് വസിഷ്ഠൻ ഗുരുവായിരിക്കുകയാണ്. ഭഗവാന്റെ തന്നെ ഗുരുവായി തീർന്നതിൽ സഹസ്രപത്രോത്ഭവ പുത്രനായ വസിഷ്ഠന്റെ മഹത്വം വാക്കുകൾക്കതീതമാണ്. ധനുർവേദാംഭോനിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതോ കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. വസിഷ്ഠന്റെ ശിക്ഷണത്തിൽ മക്കളെല്ലാം ധനുർവേദത്തിൽ അത്യധികം പ്രാവീണ്യം നേടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ദശരഥൻ വളരെ ആനന്ദത്തോടുകൂടി വസിഷ്ഠമുനിയെ വളരെയധികം പാരിതോഷികങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. ആമോദം വളർന്നുള്ളിൽ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാർ. അതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമിഭൃത്യകാഭാവം കൈക്കൊണ്ടാരനുദിനം. വളരെ ആനന്ദത്തോടുകൂടി രാമനും ലക്ഷ്മണനും പരസ്പരം ഒരു സ്വാമിയായിട്ടും
ഒരു ഭൃത്യനായിട്ടും എപ്പോഴും നിലകൊണ്ടു. അതേപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും തമ്മിലും സ്വാമി ഭൃത്യകഭാവത്തോടെയാണ് കഴിഞ്ഞത്. രാഘവനതുകാലമേകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി പ്രാണസമ്മിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. ധനുർവേദത്തിൽ പ്രാവീണ്യം നേടിയ രാഘവൻ ഒരു ദിവസം വളരെ കുതൂഹലത്തോടുകൂടി വേഗത കൂടിയ ഒരു രഥവുമെടുത്ത് പ്രാണസമ്മിതനായ തന്റെ പ്രാണൻ തന്നെയായ ലക്ഷ്മണനെയും കൂട്ടി അമ്പും വില്ലും വാളും മറ്റായുധങ്ങളും എടുത്ത് കാട്ടിലേക്ക് നായാട്ടിനായി പുറപ്പെട്ടു. കൗമാരപ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് കുതൂഹലത. എന്താണ് എന്നറിയാനുള്ള ഒരു ത്വര. നായാട്ടിന് പോവുക എന്നത് വീരഭാവവും സാഹസികതയും നിറഞ്ഞ ഒരു ഭാവമാണ്. ഇന്നത്തെ യുവതലമുറയിൽ വീരഭാവവും സാഹസികതയും നിലനിർത്താൻ സാധ്യമാകുന്നില്ല. പാശ്ചാത്യ സംസ്കാരത്തിന്റെയും മറ്റ് സാമൂഹിക വിപരീത ചിന്തകളുടെയും കാരണം കൊണ്ട് വളർന്നുവരുന്ന കുട്ടികൾക്ക് ധർമ്മത്തിലധിഷ്ഠിതമായ വീരഭാവങ്ങളും സാഹസികതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആർഷഭാരതത്തിന്റെ സംഭാവനയായ രാമായണം തുടങ്ങിയ ഇതിഹാസ പുരാണങ്ങൾ വായിച്ച് സാമാന്യമായ കഥകൾക്കപ്പുറമുള്ള സാമൂഹികവും ധർമ്മപരവും ദൃഢസങ്കല്പപരവുമായിട്ടുള്ള തത്വങ്ങൾ കൗമാരപ്രായത്തിലുള്ള നമ്മുടെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു അത്യാവശ്യകതയാണ്. ഹിന്ദുമതത്തിന്റെ ധർമ്മബോധത്തോടുകൂടി താങ്ങും തണലുമായി ഒരു യുവജനതയെ ഇവിടെ പുനഃസൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി രാമായണത്തിന്റെ ഗഹനമായ അർത്ഥങ്ങളിലേക്ക്, ഗഹനമായ തത്വങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഉദ്ബോധനം എന്ന പോലെ നഷ്ടപ്പെട്ടിരുന്ന രാമചൈതന്യത്തിന്റെ ശക്തി വീണ്ടും രാമജന്മഭൂമിയിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. ആ ശക്തിയെ ആവാഹിച്ച് ഭാരത ജനതയിൽ ഭക്തിയും വീര്യവും നിറച്ച് ജീവിതത്തിനെ ഒരു കരുത്തുറ്റ പ്രയാണമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും രാമായണത്തിന്റെ രാമഭക്തിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അത് നേടിയെടുക്കേണ്ടതുമാണ്. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരികരടി മാൻ കുരങ്ങ് കാട്ടുപന്നി പുലി കടുവ എന്നിങ്ങനെയുള്ള പല വന്യമൃഗങ്ങളെയും വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. തന്റെ പിതാവിന്റെ പാദങ്ങളിൽ ഇതെല്ലാം സമർപ്പിച്ച് യഥാവിധി നമസ്കരിച്ചു. എന്തെങ്കിലും മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാലുകളിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി ആ ശക്തിയോടുകൂടി കർമ്മങ്ങൾക്കായി തിരിക്കുകയും കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയോടുകൂടി തിരിച്ചു വരുമ്പോൾ തങ്ങൾ നേടിയതെല്ലാം തങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മക്കൾ ആ നേടിയ നേട്ടങ്ങളെല്ലാം മാതാപിതാക്കളുടെ കാൽക്കൽ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങുന്ന ഒരു സംസ്കാരമാണ് ആർഷ സംസ്കാരത്തിന്റെ തിരിച്ചറിവ്. നിത്യവും ഉഷസ്യുഷസ്യുത്തായ കുളിച്ചോത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ദിവസവും കുളിച്ച് സന്ധ്യാവന്ദനങ്ങൾ ചെയ്യുക എന്നത് ഒരു ആചരണമായിരുന്നു. ഭഗവാൻ ശ്രീരാമദേവനും ലോകജനതയ്ക്ക് ഒരു മാതൃകയായിക്കൊണ്ട് നിത്യവും കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്തു. ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. നിത്യവും സന്ധ്യാവന്ദനം ചെയ്ത ശേഷം അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അതിനുശേഷം അനുജനോടുകൂടെ രാജ്യകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു. രാമനിലുള്ള ഈ ധർമ്മബോധമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും വളരെ ഭക്തിയോടുകൂടി വളരെ വിശ്വാസത്തോടുകൂടി ഒരു ആദർശബോധത്തോടുകൂടി ശ്രീരാമനെ ഇന്നും ആരാധിക്കുന്നതിന് കാരണമാകുന്നത്. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം ബന്ധുക്കളോടുകൂടെയും
ഗുരുജനങ്ങളോടുകൂടെയും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ച് ധർമ്മശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവയെല്ലാം വായിച്ചും കേട്ടും നിർമ്മലമായ പരിശുദ്ധമായ ആനന്ദചിത്തത്തോടുകൂടി നിത്യവും പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൽ. പരമാനന്ദമൂർത്തിയായ ഭഗവാൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ഭൂമിപാലകനായി വാണിയിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായാ വൈഭവം ചിത്രം ചിത്രം. ഒരു കണക്കിന് നോക്കിയാൽ യാതൊരു പരിണാമവുമില്ലാത്ത, ഒരിക്കലും മാറ്റം വരാത്ത പരമാർത്ഥ ചൈതന്യമായ ഭഗവാൻ ഇതൊന്നും ചെയ്യുന്നില്ല തന്നെ. ഭഗവാനെ ഇത് എന്തൊരത്ഭുതമാണ്! ഒന്നും ചെയ്യുന്നില്ലെങ്കിലും എല്ലാം ചെയ്യുന്നതായി തോന്നുന്നു. ഒന്നും കാണുന്നില്ലെങ്കിലും എല്ലാം കാണുന്നതായി വരുന്നു. ഒന്നും കേൾക്കുന്നില്ലെങ്കിലും എല്ലാം കേൾക്കുന്നതായും വരുന്നു. അതുകൊണ്ട് തന്നെ നാം എവിടെയിരുന്ന് എങ്ങനെയിരുന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് കേട്ടിരിക്കും. ഭഗവാൻ അതിൻ്റെതായ കർമ്മങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഭഗവത് അനുഗ്രഹങ്ങൾക്കായി കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് നാം രാമായണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്, കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ ധർമ്മം എന്താണ് എന്ന തത്വാവബോധം നൽകാത്തതിനാലാണ് ഇന്നത്തെ യുവതലമുറകൾ അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കാൻ കാരണമാകുന്നത്. ഓരോ വീട്ടിലും അച്ഛനമ്മമാർ തങ്ങളുടെ മക്കളെ ഭക്തിയുള്ളവരായും വിശ്വാസമുള്ളവരായും ദൃഢ ഹൈന്ദവബോധമുള്ളവരായും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ ആത്മവിശ്വാസം നിറഞ്ഞ ഒരു നല്ല തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നിത്യവും സന്ധ്യാവന്ദനം ചെയ്യുക എന്ന ഒരു കാര്യം ഇന്നത്തെ ഹൈന്ദവ സമൂഹത്തിൽ പാടെ ഇല്ലാതായിരിക്കുകയാണ്. സന്ധ്യാവന്ദനങ്ങളാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ഈശ്വര ചൈതന്യത്തെ ഉണർത്തി നിലനിർത്തുന്നത്. അങ്ങനെ സജീവമായിരിക്കുന്ന ഈശ്വര ചിന്തകളാണ് നാം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും രക്ഷയായി വരുന്നത്. ലഘുവായ രീതിയിലെങ്കിലും ഓരോ ഹൈന്ദവ വിശ്വാസിയും അവരവരുടേതായ രീതിയിൽ നിത്യവും സന്ധ്യാവന്ദനം അനുഷ്ഠിക്കേണ്ടതാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ജീവിത രീതിയാണ്. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒന്നു ചേർന്ന് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചാൽ ആ കുടുംബം തീർച്ചയായും സന്തുഷ്ടമായ ഒരു കുടുംബമായി തീരും. ഈശ്വരാർപ്പണം എന്നത് വീര ഭക്തിഭാവമായി ദൃഢവിശ്വാസമായി ഉൾക്കൊള്ളാനുള്ളതാണ്. ഈ ഭാഗം തത്കാലം ഇവിടെ നിർത്തുന്നു. രാമായണ പാരായണം അവസാനിപ്പിക്കുമ്പോൾ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഭാഗം പറയുകയുണ്ടായി. നാം ഓരോ പ്രാവശ്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുമ്പോൾ കഴിഞ്ഞ ഭാഗം പറഞ്ഞ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഈശ്വരൻ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ, നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി.